അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധമായ റമദാൻ നമ്മോട് വിട പറഞ്ഞ് ചൊവ്വാലിൻ്റെ പൊന്നമ്പെളിക്കീറ് ആകാശത്തിൻ്റെ വെള്ളിത്താരയിൽ ഉദിച്ചുയർന്ന് പെരുന്നാളിൻ്റെ ആഘോഷത്തിലാണ് നാം ഓരോരുത്തരും. അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വിശുദ്ധമായ റമദാനിൻ്റെ തെന്യ ദിനരാത്രങ്ങളെ വേണ്ടതുപോലെ കൈകാര്യം ചെയ്തവരുടെ കൂട്ടത്തിൽ റബ്ബ് തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധമായ റമദാൻ കഴിഞ്ഞ് ഈ പരിശുദ്ധ പെരുന്നാളിൻ്റെ സുദിനത്തിൽ ഓരോ വിശ്വാസിയുടെയും ഖൽബിൻ്റെ അടിത്തട്ടിൽ മുഴങ്ങേണ്ട ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു താക്കീത് വിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് ഓരോ ആയുസ്സിലും കടന്നു പോകുന്ന ആഘോഷരാവുകളിലും പെരുന്നാൾ സുദിനങ്ങളിലും ഒരു സന്ദേശമായി ഓരോ വിശ്വാസികളും ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഖുർആൻ പറയുന്നു, ലാ തകൂനു കല്ലത്തി നഖദത് ഗസലഹ മിൻ ബഅദി ഖുവ്വത്തി അൻകാസ. നിങ്ങൾ ഒരു പെണ്ണിനെ പോലെ ആയിക്കൂടാ. ആ പെണ്ണ് അത് വളരെ മനോഹരമായി പട്ടുവസ്ത്രം നെയ്യുന്ന പണിയിലാണുള്ളത്. ദിവസങ്ങളോളം കഷ്ടപ്പെട്ട് പണിയെടുത്ത് കമ്പോളത്തിൽ കൊണ്ടുപോയി വച്ചാൽ ആരും മോഹവിലയ്ക്ക് വാങ്ങിച്ചു കൊണ്ടുപോകുന്ന രീതിയിൽ മനോഹരമായി പട്ടുവസ്ത്രം നെയ്യുകയും ആ പട്ടുവസ്ത്രത്തിൻ്റെ പരിപൂർണമായ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് നൂലുകൾ ഇഴകളായി പിരിച്ചു കളഞ്ഞ് നശിപ്പിച്ചു കളയുന്ന ഒരു പ്രവർത്തനത്തിലാണ് ആ പെണ്ണുള്ളത്. ആ പെണ്ണിനെ പോലെ ഒരു മുസ്ലിമും ആയിക്കൂടാ എന്ന് ലോകത്തിൻ്റെ സമാധാനത്തിൻ്റെ ഗ്രന്ഥമാകുന്ന വിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നാം ഓരോരുത്തരും കഴിഞ്ഞ വിശുദ്ധ റമദാനിൻ്റെ 30 ദിനരാത്രങ്ങൾ അങ്ങനെ ഒരു പട്ടുവസ്ത്രം നെയ്യുന്ന പണിയിലായിരുന്നു ഉണ്ടായത്. വിശുദ്ധ ഖുർആൻ എന്ന നിസ്കാരമെന്ന തറാവീഹ് എന്ന മറ്റു അനുഷ്ഠാന കർമ്മങ്ങൾ എന്ന മറ്റു നൂൽ കൊണ്ട് സ്വർഗത്തിലേക്കുള്ള ഒരു വസ്ത്രം, റബ്ബിനെ കാണാൻ ഉള്ള ഒരു മാധ്യമം നെയ്തെടുക്കുകയായിരുന്നു. അത് നെയ്തെടുത്ത് മനോഹരമായ ഒരു അവസ്ഥയിലാണ് റമദാനിനെ നാം യാത്ര പറഞ്ഞത്. എന്നാൽ റമദാൻ നമ്മോട് യാത്ര പറഞ്ഞിറങ്ങിയ ആ സന്ദർഭം ആകാശവും ഭൂമിയും പൊട്ടിക്കരഞ്ഞ് റമദാനിൻ്റെ അവസാനത്തെ നിമിഷം ശവ്വാലിൻ്റെ പൊന്നമ്പിളി കീറി കാണുന്ന ആ സമയം, റമദാനിൻ്റെ വിടവാങ്ങൽ എൻ്റെ ഉമ്മത്തിന് മുസീബത്താണ്, പെരുന്നാൾ എൻ്റെ ഉമ്മത്തിൻ്റെ സന്തോഷ ദിനമാണ് എന്ന് പഠിപ്പിച്ച ആ സമയം പെരുന്നാളിലേക്ക് കടക്കുമ്പോൾ കഴിഞ്ഞ 30 ദിനരാത്രങ്ങളിൽ നാം നേടിയെടുത്ത വിശുദ്ധിയെ തകർത്ത് കളയുന്നതാകരുത് പെരുന്നാളിൻ്റെ ആഘോഷം എന്ന് ഓരോരുത്തരും ഉറപ്പിക്കുക. വിശുദ്ധ റമദാനിൽ ഇടനെഞ്ചിൽ ഇടറാത്ത ഈമാൻ ആർജിച്ചവർക്കാണ് ഈദ്. ആഭാസങ്ങൾ കൊണ്ടല്ല, ആത്മീയത കൊണ്ടാണ് ഈദിനെ, പെരുന്നാളിനെ പരിപോഷിപ്പിക്കപ്പെടേണ്ടത്, ആഘോഷിക്കപ്പെടേണ്ടത്. ലൈസൽ ഈദു ലിമൻ ലബിസൽ ജദീദ് ഇന്നമൽ ഈദു ലിമൻ ഖാഫ ബിൽ വഈദ്. പുതിയ വസ്ത്രം അണിയുന്നവനല്ല ഈദ്, അല്ലാഹുവിൻ്റെ മുന്നറിയിപ്പുകളെ പേടിക്കുന്നവനുള്ളവനാണ് പെരുന്നാൾ. ലൈസൽ ഈദു ലിമൻ തബഖറ ബിൽ ഊദ് ഇന്നമൽ ഈദു ലിമൻ താബ വലാ യഊദ്. നല്ല സുഗന്ധദ്രവ്യം അഥവാ ഊത് പുകയ്ക്കുന്നവൻ, നല്ല സുഗന്ധം പുകയ്ക്കുന്നവനും അത് ഉപയോഗിക്കുന്നവനും ഉള്ളതല്ല പെരുന്നാൾ. പശ്ചാത്താപിക്കുകയും തെറ്റുകൾ ഇനി ആവർത്തിക്കില്ല എന്ന ഉറച്ച ബോധമുള്ളവനുമാണ് പെരുന്നാൾ ആഘോഷിക്കാൻ അർഹതയുള്ളത്. ലൈസൽ ഈദു ലിമൻ നസബൽ ഖുദൂർ ഇന്നമൽ ഈദു ലിമൻ സഅദ ബിൽ മഖ്ദൂർ. ഭക്ഷണപാത്രങ്ങൾ നിരത്തിയിട്ട് ആഡംബര ഭക്ഷണത്തിൻ്റെ മേലാൾ മഹത്വം പറയുന്നവനുള്ളവനല്ല, ഭക്ഷണപാത്രങ്ങൾ നിരത്തുന്നവനല്ല പെരുന്നാൾ. വിധിക്കപ്പെട്ടതിൽ എന്താണോ അള്ളാഹു തന്നത് അതുകൊണ്ട് സന്തോഷം ഉള്ളതാണ് ഈദ്. ലൈസൽ ഈദു ലിമൻ തസയ്യന ബിസീനത്തി ദുനിയ ഇന്നമൽ ഈദു ലിമൻ തസവ്വദ ബിസാദി തഖ്വ.
ദുനിയാവിന്റെ അലങ്കാരങ്ങൾ എടുത്തണിയുന്നവനല്ല ഈദ് പെരുന്നാള്. തഖ്വയുടെ പാതേയം സ്വീകരിച്ചവനാണ്, അഥവാ തഖ്വയിലൂടെ മുന്നേറിയവനാണ് പെരുന്നാള് എന്ന് പറയുന്നത്. ലൈസൽ ഈദു ലിമൻ റകിബൽ മതായ ഇന്നമൽ ഈദു ലിമൻ തറക്കൽ ഖതായ. ആർഭാടത്തിന്റെ വാഹനപ്പുറത്തേറിയവനുള്ളതല്ല ഈദ് പെരുന്നാള്. തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള മനസ്സുള്ളവനാണ് പെരുന്നാൾ ആഘോഷിക്കാൻ അർഹതയുള്ളത്. ലൈസൽ ഈദു ലിമൻ ബസതൽ ബസാത ഇന്നമൽ ഈദു ലിമൻ ജാവസ സിറാത. പരവതാനികൾ പിരിച്ച് അതിൽ സന്തോഷിക്കുന്നവനുള്ളതല്ല ഈദ്. സിറാത്തു പാലം, നരകത്തിന്റെ മുകളിൽ വലിച്ചു കെട്ടിയ സിറാത്തു പാലം കടക്കും എന്നുറപ്പുള്ളവനുള്ളതാണ് പെരുന്നാള്. ഈ നിലയ്ക്കുള്ള ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഓരോരുത്തരും പെരുന്നാൾ ആഘോഷിക്കാൻ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പെരുന്നാളിൻ്റെ ആഘോഷ പ്രക്രിയകൾ റമദാനിൻ്റെ വിശുദ്ധിയെ കളങ്കപ്പെടുത്തുന്നതാകാതിരിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്നോർമ്മപ്പെടുത്തിക്കൊണ്ട് മരണം വരെ ഈ റമദാനിൽ ആർജിച്ചെടുത്ത വിശുദ്ധിയെ നിലനിർത്തണം എന്ന സന്ദേശം അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. ഇൻഷാ അല്ലാഹ് ഈ പെരുന്നാൾ സുദിനത്തിൽ ഞാൻ മദീനയിലേക്കുള്ള യാത്രയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയുടെ സ്വീകരണം കിട്ടുന്നവരിൽ ഉൾപ്പെടാൻ നിങ്ങൾ ദുആ ചെയ്യണം. മനാമിലും യഖ്ലയിലും കാണാൻ ഉതകുന്ന യാത്രയാകാൻ നിങ്ങൾ ദുആ ചെയ്യണം. പെരുന്നാളിൻ്റെ യാത്ര മദീനയിലേക്കാണ്. നിങ്ങളും നിങ്ങളുടെ യാത്രകൾ കുടുംബബന്ധം ചേർക്കാനും സമൂഹത്തിലെ അധസ്ഥിതരിലേക്ക് ഇറങ്ങിച്ചെല്ലാനും കരയുന്ന കണ്ണുകൾക്ക് കണ്ണീരൊപ്പാൻ കൈലേസ് കൊടുക്കാനും ശിഥിലമായി പോയ തകർത്തെറിഞ്ഞ ബന്ധങ്ങൾ ഊഷ്മളമാക്കാനുമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും സ്വാലിഹുൽ അഅ്മാൽ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. എല്ലാവരും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.